അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയത് നിങ്ങളോട് വളരെ ലളിതമായൊരു ചോദ്യം ചോദിക്കാനാണ്. ഒരു പക്ഷേ ആ ചോദ്യം നിങ്ങളുടെ ഉള്ളൊന്നുലച്ചേക്കാം. നിങ്ങൾ നിങ്ങളുടെ ഈ ശരീരത്തെ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ ശരീരം വെറുമൊരു മാംസപിണ്ഡമാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കരുതിയിട്ടുണ്ടോ? കേവലം അസ്ഥികളും ഞരമ്പുകളും ചേർത്തുവെച്ച ഒരു യന്ത്രമാണെന്നാണോ നിങ്ങളുടെ ധാരണ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും അല്ലാഹുവിൻ്റെ ഒരു ആയത്ത് അഥവാ ദിവ്യമായ അടയാളം ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു ചിപ്പിക്കുള്ളിലെ വിലയേറിയ മുത്തുപോലെ അത്ഭുതകരമായ രോഗശാന്തിയുടെ വലിയൊരു രഹസ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. പ്രപഞ്ചനാഥൻ നിങ്ങളിലേക്ക് റൂഹിനെ ഊതി നിറച്ച ആ നിമിഷം മുതൽ അവൻ്റെ അനുവാദത്തോടെ സ്വയം സുഖപ്പെടാനുള്ള ആത്മീയ കരുത്ത് നിങ്ങളുടെ ശരീരത്തിന് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഉദ്ദേശങ്ങൾ ശുദ്ധമാകുമ്പോൾ, ഹൃദയം അല്ലാഹുവിൻ്റെ സ്മരണകളാൽ നിറയുമ്പോൾ, പൂർണ്ണമായ തവക്കുലോടെ അഥവാ വിശ്വാസത്തോടെ നാം മുന്നോട്ടു നീങ്ങുമ്പോൾ, ദിവ്യമായ ആ കൽപ്പനയാൽ നിങ്ങളുടെ ശരീരം സ്വയം പുനർനിർമ്മിക്കപ്പെടാൻ തുടങ്ങും. ഇന്ന് നമ്മൾ പര്യവേക്ഷിക്കുന്നത് മഹാനായ സൂഫി ചിന്തകൻ മൗലാന റൂമി രൂപത്തിൻ്റെ രഹസ്യം എന്ന് വിശേഷിപ്പിച്ച ആ അത്ഭുതത്തെക്കുറിച്ചാണ്. മനുഷ്യാത്മാവ് അല്ലാഹുവിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ ഈ ശരീരം എങ്ങനെയാണ് രോഗശാന്തിയുടെ ഒരു ദിവ്യ കണ്ണാടിയായി മാറുന്നത്? നമുക്ക് നോക്കാം. ഓരോ പ്രഭാതത്തിലും സൂര്യൻ ഉദിക്കുന്നത് നാം കാണുന്നു. പക്ഷേ ആ വെളിച്ചത്തിലേക്ക് കണ്ണു തുറക്കുന്നതിനു മുൻപേ നമ്മുടെ മനസ്സ് തിരക്കുകളുടെ ഒരു വലിയ ചക്രവ്യൂഹത്തിലേക്ക് എറിയപ്പെടുകയാണ്. അലാറം അടിക്കുന്ന നിമിഷം മുതൽ തുടങ്ങുന്ന പരക്കം പാച്ചിൽ, ശബ്ദങ്ങൾ, ഫോൺ കോളുകൾ, അവസാനിക്കാത്ത ജോലികൾ. ഇതിനിടയിൽ എവിടെയോ വെച്ച് നമ്മുടെ ഹൃദയം ശ്വാസം മുട്ടാൻ തുടങ്ങുന്നത് നമ്മൾ അറിയുന്നില്ല. മനസ്സ് ദുർബലമാകുന്നു, ആത്മാവ് തളരുന്നു. എന്നിട്ടും യാന്ത്രികമായ ഈ ഓട്ടത്തെയാണ് നമ്മൾ ജീവിതമെന്ന് വിളിക്കുന്നത്. പിന്നീടെപ്പോഴോ ശരീരം സംസാരിക്കാൻ തുടങ്ങുന്നു. അത് വേദനകളായി, ഉറക്കമില്ലാത്ത രാത്രികളായി, കടുത്ത മാനസിക സമ്മർദ്ദമായി മാറുന്നു. അപ്പോൾ നമ്മൾ വിധിയെ പഴിപറയുന്നു, കാലത്തെ കുറ്റപ്പെടുത്തുന്നു, മരുന്നുകളിൽ അഭയം തേടുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ രോഗങ്ങൾ പുറത്തുനിന്ന് വന്നവയാണോ? അതോ നമ്മുടെ ഉള്ളിൽ നിന്ന് ആത്മാവ് നടത്തുന്ന ഒരു വിലാപമാണോ ഇത്? മഹാന്മാരായ സൂഫികൾ വിസ്മയകരമായ ഒരു സത്യം പറഞ്ഞു. ഹൃദയം അതിൻ്റെ നാഥന്റെ സ്മരണയെ മറക്കുമ്പോൾ ശരീരം കേവലം ഒരു നിഴലായി മാറുന്നു. അതായത്, ഒരു വിളക്കിലെ വെളിച്ചമണയുമ്പോൾ നിഴൽ ഇരുളുന്നതുപോലെ ആത്മാവിരുളുമ്പോൾ ശരീരം രോഗബാധിതമാകുന്നു. ശരീരത്തിലെ ഓരോ വേദനയും വാസ്തവത്തിൽ ആത്മാവിലുണ്ടായ ഒരു മുറിവിൻ്റെ പ്രതിധ്വനിയാണ്. ഒരു ഉദാഹരണം ചിന്തിച്ചു നോക്കൂ. തെളിഞ്ഞ വെള്ളമുള്ള ഒരു മനോഹരമായ അരുവി സങ്കൽപ്പിക്കുക. ആ വെള്ളം തടസ്സമില്ലാതെ ഒഴുകുമ്പോൾ അത് ജീവസുത്തമാണ്. അത് ദാഹം തീർക്കുന്നു, അത് പരിസരത്തെ പച്ചപ്പുള്ളതാക്കുന്നു. എന്നാൽ ആ അരുവിയുടെ ഉറവിടത്തിൽ കുറച്ചു മാലിന്യങ്ങൾ വന്നു വീണാലോ, അഴുക്കും ചെളിയും അടിഞ്ഞുകൂടി പ്രവാഹം നിലച്ചാലോ, വെള്ളം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ ശരീരവും ഇതുപോലെയാണ്. നിങ്ങളുടെ ശരീരം വെറും ഒരു കളിമൺ കൂനയല്ല, അത് ദിവ്യമായ ശ്വാസത്തിൻ്റെ അഥവാ റൂഹിൻ്റെ പ്രവാഹമാണ്. ഭയം, അസൂയ, അടങ്ങാത്ത ദേഷ്യം, അശ്രദ്ധ, ഇതൊക്കെ ആ ആത്മീയ പ്രവാഹത്തെ തടയുന്ന മാലിന്യങ്ങളാണ്. നമ്മുടെ ഉള്ളിൽ ഞാൻ എന്ന അഹങ്കാരമോ മറ്റുള്ളവരോടുള്ള വെറുപ്പോ നിറയുമ്പോൾ ആ ദിവ്യമായ ഊർജം തടസ്സപ്പെടുന്നു. അവിടെ രോഗം ജനിക്കുന്നു. എന്നാൽ ആ മാലിന്യങ്ങൾ നീക്കി അരുവി ശുദ്ധമാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ എന്തു സംഭവിക്കും? മനസ്സ് ശാന്തമായ മൗനത്തിലേക്ക് വഴിമാറുമ്പോൾ റൂഹുൽ ഖുദ്ദൂസിന്റെ ആ ദിവ്യ ഊർജം വീണ്ടും നിങ്ങളുടെ കോശങ്ങളിലൂടെ ഒഴുകാൻ തുടങ്ങും. ഓർക്കുക, നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശവും നിങ്ങളെ പടച്ചവന്റെ നാമത്തോടൊപ്പമാണ് ചലിക്കുന്നത്. നിങ്ങൾ അവനെ ഓർക്കുമ്പോൾ ആ കോശങ്ങൾ ഉണരുന്നു, തകർന്നവ നന്നാക്കപ്പെടുന്നു. ഒരു ഉണങ്ങിയ ചെടിക്ക് വെള്ളം ലഭിക്കുമ്പോൾ അത് വീണ്ടും തളിരുന്നത് പോലെ ആത്മീയമായ ആ സാമീപ്യം നിങ്ങളുടെ ശരീരത്തെ ഉള്ളിൽ നിന്ന് പുനർനിർമ്മിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ആരും കാണാത്ത ആഴമേറിയ ഒരു സമുദ്രമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ആ സമുദ്രം പ്രകാശത്തിൻ്റെതാണ്. റൂമി പഠിപ്പിച്ചത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സ്വന്തം ബോധത്തിലൂടെ ശരീരത്തെ സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു ദിവ്യപ്രകാശം ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ്. ഇത് കേവലം ഭാവനയല്ല, മറിച്ച് അല്ലാഹുവിനെക്കുറിച്ചുള്ള സ്മരണയിലൂടെയും നാം എവിടെ നിന്ന് വന്നു എന്ന ബോധ്യത്തിലൂടെയും ഉണർത്താൻ കഴിയുന്ന വലിയൊരു ഊർജമാണ്. ഇതൊരു മാന്ത്രിക വിദ്യയല്ല, മറിച്ച് പ്രപഞ്ചനാഥൻ നിശ്ചയിച്ച കൃത്യമായൊരു നിയമമാണ്. ഇന്ന് ആധുനിക ശാസ്ത്രം പോലും ഈ സത്യത്തെ അംഗീകരിക്കുന്നു. നമ്മുടെ ഓരോ ചിന്തയും നമ്മുടെ മാംസപേശികളെയും കോശങ്ങളെയും രൂപപ്പെടുത്തുന്നു എന്ന് സയൻസ് പറയുന്നു. ഭയവും സമ്മർദ്ദവും ഉണ്ടാകുമ്പോൾ അത് രക്തത്തിൽ വിഷം നിറക്കുന്നു. എന്നാൽ സമാധാനം അനുഭവിക്കുമ്പോൾ അത് ശരീരത്തിൽ കരുത്തു നിറക്കുന്നു.
നിരാശ നിങ്ങളുടെ ജീവനെ ചോർത്തിക്കളയുമ്പോൾ സന്തോഷം ആ ജീവനെ വീണ്ടും സ്വതന്ത്രമാക്കുന്നു. പക്ഷേ ആധുനിക ലോകം ഇന്ന് കണ്ടെത്തുന്ന ഈ കാര്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുൻപേ നമ്മുടെ സൂഫി വര്യന്മാർക്കറിയാമായിരുന്നു. ചിന്തകൾ രോഗം കൊണ്ടുവരുമെന്നും സ്മരണ ആരോഗ്യം കൊണ്ടുവരുമെന്നും നമുക്ക് പറഞ്ഞു തന്നു. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയിലേക്കൊന്ന് നോക്കൂ. ശാന്തമായി ഒഴുകുന്നൊരു പുഴയും കെട്ടിക്കിടക്കുന്നൊരു കുളവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പുഴ ജീവസുറ്റതാണ്. കാരണം അതിൽ നിരന്തരമായ ചലനമുണ്ട്. പാറക്കൂട്ടങ്ങളിൽ തട്ടിയും തടഞ്ഞും ഒഴുകുമ്പോഴും അത് സ്വയം ശുദ്ധീകരിക്കപ്പെടുന്നു. എന്നാൽ കുളം ചലനമില്ലാതെ കിടക്കുമ്പോൾ അതിൽ പായലും അഴുക്കും നിറയുന്നു. നമ്മുടെ ശരീരവും ഇതുപോലെയാണ്. പ്രപഞ്ചനാഥന്റെ സ്മരണ അഥവാ ദിക്ർ നിങ്ങളുടെ ഉള്ളിൽ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ഒരു പുഴ പോലെ നിർമ്മലമായിരിക്കും. ആ ഒഴുക്ക് നിലയ്ക്കുമ്പോഴാണ് മനസ്സ് ഒരു കെട്ടിക്കിടക്കുന്ന കുളമായി മാറുന്നത്. അവിടെയാണ് രോഗങ്ങളുടെയും വിഷാദത്തിൻ്റെയും പായലുകൾ വളരുന്നത്. ഒരു കൊച്ചു കുഞ്ഞിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ കുഞ്ഞിന് മരുന്നുകളെക്കുറിച്ചോ രോഗങ്ങളെക്കുറിച്ചോ അറിയില്ല. പക്ഷേ ഉമ്മയുടെ ഒരു പുഞ്ചിരി കാണുമ്പോഴോ സ്നേഹത്തോടെയുള്ള ഒരു തലോടൽ ലഭിക്കുമ്പോഴോ ആ കുഞ്ഞിൻ്റെ മുഖം പ്രകാശിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ സ്നേഹം ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഒരു ഊർജമായി മാറുകയാണ്. നമ്മുടെ ഓരോ കോശവും ആ കുഞ്ഞിനെ പോലെയാണ്. നിങ്ങൾ സ്നേഹത്തോടെയും ശാന്തതയോടെയുമുള്ള ഉള്ളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ആ സ്നേഹത്തോട് പ്രതികരിക്കുന്നു. നേരെ മറിച്ച് നിങ്ങൾ എപ്പോഴും ആകുലതകളിലും ദേഷ്യത്തിലും ഇരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മരം കഠിനമായ കാറ്റിലും മഴയിലും ആടി ഉലഞ്ഞാലും അതിൻ്റെ വേരുകൾ ആഴത്തിൽ മണ്ണിൽ ഉറച്ചിരുന്നാൽ അത് വീഴില്ല. അതുപോലെ നിങ്ങളുടെ വിശ്വാസം അഥവാ തവക്കുൽ, അള്ളാഹുവിലുള്ള സ്മരണയും നിങ്ങളുടെ ഉള്ളിൽ വേരൂന്നിയിട്ടുണ്ടെങ്കിൽ പുറമേ നിന്നുള്ള ഏതു രോഗവും പ്രതിസന്ധിയും നിങ്ങളെ തകർക്കില്ല. പകരം ആ ദിവ്യമായ പ്രകാശം നിങ്ങളുടെ ഓരോ നരമ്പുകളിലൂടെയും ഒഴുകി നിങ്ങളെ സുഖപ്പെടുത്തും. നിങ്ങൾ സ്വയം ഒരു അത്ഭുതമാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ നിങ്ങളുടെ രക്തധമനികൾ വികസിക്കുന്നത് കേവലം ബയോളജിയല്ല, അത് നിങ്ങളുടെ ആത്മാവ് ശരീരത്തോട് നടത്തുന്ന സംഭാഷണമാണ്. എന്നാൽ നിങ്ങൾ ഉള്ളിൽ കോപം അടിച്ചമർത്തുകയോ വെറുപ്പ് സൂക്ഷിക്കുകയോ ചെയ്യുമ്പോൾ ആ ഭാരം താങ്ങാനാവാതെ നിങ്ങളുടെ ശരീരം ഉള്ളിൽ നിന്ന് കരിയുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഖദർ അഥവാ അനുരണനത്തിൻ്റെ നിയമം. നിങ്ങൾ പുറത്തേക്ക് എന്ത് നൽകുന്നുവോ അത് നിങ്ങളുടെ ഉള്ളിലും സംഭവിക്കുന്നു. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ നിങ്ങളുടെ കോശങ്ങൾ നന്മയുടെ ഊർജം സ്വീകരിക്കുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം രോഗങ്ങളിൽ നിന്ന് മോചനം നേടുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ചിന്തകളെ ഒരു പൂന്തോട്ടം പോലെ ശുദ്ധമായി സൂക്ഷിക്കുക. അള്ളാഹുവിലുള്ള സ്മരണയെന്ന ജലം കൊണ്ട് അതിനെ നനയ്ക്കുക. നിങ്ങളുടെ സ്മരണ നിരന്തരമാകുമ്പോൾ നിങ്ങളുടെ ശരീരം ആ പ്രകാശത്തിനനുസരിച്ച് സ്വയം ക്രമീകരിക്കപ്പെടും. നിങ്ങളുടെ ഉള്ളിലെ ഇരുട്ട് മാറുന്നതിനനുസരിച്ച് രോഗങ്ങൾ പടിയിറങ്ങിപ്പോകും. കാരണം വെളിച്ചമുള്ളിടത്ത് ഇരുട്ടിന് സ്ഥാനമില്ലല്ലോ. സൂഫി ജ്ഞാനികൾ നമ്മുടെ ശരീരത്തെ വെറുമൊരു ഭൗതിക രൂപമായല്ല കണ്ടത്. അവർ ഇതിനെ ലതായിഫ് അല്ലെങ്കിൽ ആത്മാവിൻ്റെ സ്ഥാനങ്ങളെന്ന് വിളിച്ചു. നിങ്ങളുടെ ഉള്ളിൽ പ്രകാശത്തിൻ്റെ അദൃശ്യമായ കേന്ദ്രങ്ങളുണ്ട്. ഒന്ന് നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുന്നു, മറ്റൊന്ന് വികാരങ്ങളെ, വേറൊന്ന് നിങ്ങളുടെ ഇച്ഛാശക്തിയെ. ഈ കേന്ദ്രങ്ങളെല്ലാം കൃത്യമായ താളത്തിൽ ഒത്തുചേരുമ്പോൾ ഒരു വലിയ അണക്കെട്ട് തുറന്നു വിടുന്നതുപോലെ ദിവ്യമായ ഊർജം നിങ്ങളുടെ നരമ്പുകളിലൂടെ ഒഴുകാൻ തുടങ്ങും. ആ പ്രവാഹത്തിന് നിങ്ങളുടെ ഉള്ളിലെ എങ്ങനെയുള്ള തടസ്സങ്ങളെയും കെട്ടുകളെയും അലിയിച്ചു കളയാൻ കഴിയും. പലപ്പോഴും നമ്മൾ വിശ്രമമെന്ന് വിളിക്കുന്നത് വെറുതെ ഇരിക്കുന്നതിനെയാണ്. എന്നാൽ സൂഫികൾ പഠിപ്പിക്കുന്ന ശ്വാസത്തിൻ്റെ നിശ്ചലത വെറുമൊരു വിശ്രമമല്ല, അത് ചലനാത്മകമായ സ്മരണയാണ്. നിങ്ങൾ കണ്ണുകളടച്ച് നിശബ്ദനായിരുന്ന് അള്ളാഹു നൽകിയ ആ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നു. ഓരോ തവണ ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോഴും അത് റബ്ബിൻ്റെ കാരുണ്യമാണെന്നും പുറത്തേക്ക് വിടുമ്പോൾ അത് അവനിലേക്കുള്ള നന്ദിയാണെന്നും തിരിച്ചറിയുക. അപ്പോൾ നിങ്ങളുടെ ഓരോ അവയവവും ഉറക്കത്തിൽ നിന്നേണം ഉണരാൻ തുടങ്ങും. ഓരോ കോശവും അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഓർത്തെടുക്കും. ഒരു വലിയ കൊട്ടാരത്തിലെ രാജാവിനെ സങ്കൽപ്പിക്കുക. രാജാവ് നീതിമാനും ശക്തനുമാണെങ്കിൽ ആ കൊട്ടാരത്തിലെ ഭൃത്യന്മാരും കാവൽക്കാരും അതീവ ജാഗ്രതയോടെയും സന്തോഷത്തോടെയും തങ്ങളുടെ ജോലി ചെയ്യും. എന്നാൽ രാജാവ് അശ്രദ്ധനാവുകയോ ദുർബലനാവുകയോ ചെയ്താൽ ആ കൊട്ടാരം മുഴുവൻ താറുമാറാകും. ഇവിടെ നിങ്ങളുടെ ആത്മാവാണ് ആ രാജാവ്, ശരീരം ആ രാജാവിനെ സേവിക്കുന്ന വിശ്വസ്തനായ ഭൃത്യനും. ഞാൻ എൻ്റെ നാഥൻ്റെ സംരക്ഷണത്തിലാണ്, അവൻ എന്നെ കാക്കുന്നു എന്ന് ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മന്ത്രിക്കുമ്പോൾ
നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങൾ ആ കൽപ്പന ശിരസാവഹിക്കുന്നു. അവ കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. റൂമി ഒരു വിലപ്പെട്ട ഉപദേശം നൽകിയിട്ടുണ്ട്. ഒരു ഉറ്റ സുഹൃത്തിനോടെന്ന പോലെ നിങ്ങളുടെ ശരീരത്തോട് സംസാരിക്കുക. കാരണം നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ആത്മാവിൻ്റെ ദാസനാണ്. നിങ്ങളുടെ ആത്മാവാകട്ടെ ദിവ്യത്വത്തിൻ്റെ പ്രതിഫലനവുമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തെ വഴക്കു പറയാറുണ്ട്. എനിക്ക് വയ്യ, ഞാൻ തളർന്നു, എൻ്റെ ശരീരം ഒന്നിനും കൊള്ളില്ല എന്നിങ്ങനെ പരിഭവങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ശരീരം അതിൻ്റെ വീര്യം കുറയ്ക്കുന്നു. അതൊരു വാടിയ പൂവിനെ പോലെയാകുന്നു. എന്നാൽ ഒരു കർഷകൻ തൻ്റെ ചെടിയെ സ്നേഹത്തോടെ തലോടുകയും അതിനോട് സംസാരിക്കുകയും ചെയ്യുന്നതുപോലെ നിങ്ങളുടെ ശരീരത്തെ ബഹുമാനിച്ചു നോക്കൂ. കൈകൾ കൊണ്ട് ചെയ്യുന്ന ഓരോ നന്മയ്ക്കും, നടക്കാൻ സഹായിക്കുന്ന കാലുകൾക്കും, കാഴ്ച തരുന്ന കണ്ണുകൾക്കും നന്ദി പറയുക. ആ ബഹുമാനം ലഭിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം എന്നത്തേക്കാളും വിശ്വസ്തയോടെ നിങ്ങളോട് പ്രതികരിക്കും. ഒരു യന്ത്രത്തിന് നൽകുന്ന ഓയിലിനേക്കാൾ വേഗത്തിൽ സ്നേഹവും സ്മരണയും നിങ്ങളുടെ സന്ധികളിലെയും പേശികളിലെയും വേദനകളെ മായ്ച്ചുകളയും. നമ്മൾ രോഗബാധിതരാകുമ്പോൾ ഉടനെ ഓടുന്നത് ഡോക്ടർമാരുടെ അടുത്തേക്കും മരുന്നുകളിലേക്കുമാണ്. തീർച്ചയായും അവ ആവശ്യമാണ്. എന്നാൽ ഓർക്കുക, ഡോക്ടർമാരും മരുന്നുകളും കേവലം മാർഗങ്ങൾ മാത്രമാണ്. മുറിവ് തുന്നിക്കെട്ടാൻ ഡോക്ടർക്ക് കഴിയും, പക്ഷേ ആ മുറിവ് ഉണക്കുന്നതാരാണ്? അവിടെയാണ് യഥാർത്ഥ വൈദ്യനായ അൽ ഷാഫി പ്രത്യക്ഷപ്പെടുന്നത്. നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിശബ്ദമായി പ്രവർത്തിക്കുന്ന ആ ദിവ്യ വൈദ്യൻ അവൻ്റെ കൽപ്പനയാൽ നിങ്ങളുടെ ഹൃദയത്തെ സ്പന്ദിപ്പിക്കുന്നു. അവൻ്റെ ഇഷ്ടത്താൽ നിങ്ങളുടെ രക്തത്തെ ചലിപ്പിക്കുന്നു. ഓരോ നിമിഷവും നിങ്ങൾ എടുക്കുന്ന ശ്വാസം അല്ലാഹു പുതുക്കി നൽകുന്ന ഒരു കാരുണ്യമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ അനുവാദമില്ലാതെ തന്നെ നിങ്ങളുടെ ശ്വാസകോശങ്ങൾ വികസിക്കുന്നു. നിങ്ങളുടെ ആമാശയം ആഹാരം ദഹിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രതിരോധ കോശങ്ങൾ ശത്രുക്കളോട് പൊരുതുന്നു. ശരീരത്തിൻ്റെ ഈ നിശബ്ദമായ അനുസരണത്തിന്, ഈ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ എന്നെങ്കിലും സ്നേഹത്തോടെ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഒരു മരുഭൂമിയിലൂടെ ദാഹിച്ചു വലഞ്ഞു യാത്ര ചെയ്യുന്ന ഒരാളെ സങ്കൽപ്പിക്കുക. അയാളുടെ കയ്യിൽ ഒരു കുപ്പി വെള്ളമുണ്ട്. അയാൾ ആ വെള്ളം കുടിക്കുമ്പോൾ ദാഹം മാറുന്നു. ഇവിടെ ദാഹം മാറ്റിയത് ആ വെള്ളമാണോ, അതോ വെള്ളത്തിന് ദാഹം മാറ്റാനുള്ള കഴിവ് നൽകിയവനാണോ? ആ വെള്ളം കേവലം ഒരു നിമിത്തം മാത്രമാണ്. ഇതുപോലെയാണ് മരുന്നുകളും. മരുന്ന് ഒരു നിമിത്തമാണ്, എന്നാൽ സുഖം നൽകുന്നത് അൽ ഷാഫിയാണ്. ഈ ബോധത്തോടെ നിങ്ങൾ മരുന്ന് കഴിക്കുമ്പോൾ ആ മരുന്ന് നിങ്ങളുടെ ശരീരത്തിൽ വെളിച്ചമായി മാറുന്നു. നന്ദി എന്നത് കേവലം വാക്കുകളല്ല, അതേറ്റവും ശക്തമായൊരു മരുന്നാണ്. നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകും എന്നാണല്ലോ അല്ലാഹുവിൻ്റെ വാഗ്ദാനം. നന്ദിയോടെ പ്രഭാതം ആരംഭിക്കുന്ന ഒരാളുടെ ശരീരം ഒരു പ്രത്യേക പ്രകാശം വഹിക്കുന്നു. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ആത്മാവിന് നൽകപ്പെട്ട ഒരു വിശുദ്ധമായ പള്ളിയാണ്. ഒരു പള്ളി നമ്മൾ എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കുന്നു, അതുപോലെ കോപം, അസൂയ, നിരാശ തുടങ്ങിയ മലിനീകരണങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ ശുദ്ധീകരിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ചിന്തകൾ നിർമ്മലമാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ വായുവും ശുദ്ധമാകുന്നു. അപ്പോൾ അത്ഭുതകരമായ ചില മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ചർമ്മം തിളങ്ങാൻ തുടങ്ങും. നിങ്ങളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തെളിച്ചം വരും. നിങ്ങളുടെ സാന്നിധ്യം പോലും മറ്റുള്ളവർക്ക് സമാധാനം നൽകുന്നതായി മാറും. അല്ലാഹുവിൻ്റെ ഇഷ്ടത്താൽ, അവൻ്റെ കാരുണ്യത്താൽ ഞാൻ സുഖപ്പെടുന്നു എന്ന് നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ മന്ത്രിക്കുന്ന ആ നിമിഷം ഈ പ്രപഞ്ചത്തിലെ സർവ്വ സൃഷ്ടികളും നിങ്ങളെ സഹായിക്കാൻ ഒത്തുചേരുന്നു. കാരണം ആ മന്ത്രം നിങ്ങളുടെ ശരീരത്തിലെ കോടാനുകോടി കോശങ്ങളെ പ്രപഞ്ചത്തിൻ്റെ താളവുമായി യോജിപ്പിക്കുന്നു. മനുഷ്യൻ പുറം ലോകത്ത് അന്വേഷിച്ച് നടക്കുന്ന എല്ലാ ശക്തിയും എല്ലാ സമാധാനവും നേരത്തെ തന്നെ അവൻ്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടെന്ന് മഹാന്മാരായ സൂഫികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വെറും കളിമണ്ണാൽ തീർത്ത ഈ രൂപത്തിനുള്ളിൽ അല്ലാഹു സ്ഥാപിച്ച അവൻ്റെ അമാനത്ത് അഥവാ ഒരു ദിവ്യമായ ട്രസ്റ്റുണ്ട്. പലപ്പോഴും നമ്മൾ ചോദിക്കാറുള്ളത് എൻ്റെ ഈ ശരീരത്തിന് എന്നെ സുഖപ്പെടുത്താൻ കഴിയുമോ എന്നാണ്. എന്നാൽ യഥാർത്ഥ ചോദ്യം അതല്ല, മറിച്ച് നിങ്ങളുടെ ശരീരത്തിലൂടെ സുഖപ്പെടുത്തുന്ന ആ സർവശക്തനിൽ നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നു എന്നതാണ്. ഈ വിശ്വാസം എന്നത് കേവലം ചുണ്ടുകൾ കൊണ്ട് പറയുന്ന വാക്കുകളല്ല, അത് ഹൃദയത്തിൻ്റെ നിരന്തരമായ പരിശീലനമാണ്. മനസ്സിനെ നിശബ്ദമാക്കാൻ പഠിക്കുക. തിരക്കുകൾക്കിടയിൽ ഒരിത്തിരി സമയം നിങ്ങളുടെ ശ്വാസത്തെ മാത്രം നിരീക്ഷിച്ചിരിക്കുക. കാരണം ആ ശ്വാസമാണ് നിങ്ങളുടെ ആത്മാവിനും ശരീരത്തിനുമിടയിലുള്ള പാലം. ആ പാലത്തിലൂടെയാണ് ആത്മീയ ഊർജം ശരീരത്തിലേക്ക് ഒഴുകുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഭൂമിക്കടിയിൽ മറഞ്ഞു കിടക്കുന്ന ഒരു നീരുളവ സങ്കല്പിക്കുക. അതിനു മുകളിൽ കല്ലും മണ്ണും മൂടിക്കിടക്കുന്നതുകൊണ്ട് നമുക്ക് ആ വെള്ളം കാണാൻ കഴിയുന്നില്ലായിരിക്കാം.
ആ കല്ലുകൾ നീക്കം ചെയ്താൽ മാത്രം മതി, തെളിനീർ തനിയേ മുകളിലേക്ക് ഉറവെടുക്കും. ആ വെള്ളം ആരും അവിടെ കൊണ്ടുവന്ന് ഒഴിച്ചതല്ല, അത് നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഉള്ളിലെ രോഗശാന്തിയും ഇതുപോലെയാണ്. അവിശ്വാസം, ആകുലത, ഭയം എന്നീ കല്ലുകൾ കൊണ്ട് നാം ആ ദിവ്യമായ ഉറവയെ മൂടിക്കളഞ്ഞിരിക്കുകയാണ്. പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിലൂടെയും ആ തടസ്സങ്ങൾ മാറ്റുമ്പോൾ സുഖപ്പെടുത്തുന്ന ആ പ്രകാശം താനേ പുറത്തേക്ക് വരുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായ എന്നാൽ അതിശക്തമായ ഒരു കാര്യമാണ്. മറ്റാരോടുമല്ല, നിങ്ങളോട് തന്നെ ശാന്തമായി സംസാരിക്കുക. ഒരു കുഞ്ഞിനെ എന്ന പോലെ സ്നേഹത്തോടെ നിങ്ങളുടെ ആത്മാവിനെ തലോടുക. എന്നിട്ട് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഇങ്ങനെ മന്ത്രിക്കുക: യാ അല്ലാഹ്, എൻ്റെ ഓരോ ശ്വാസത്തിലും നിന്റെ സാന്നിധ്യമുണ്ട്. എൻ്റെ ഉടയവനെ, നീ ഇപ്പോൾ എന്നിലൂടെ എന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവ വെറും വാക്കുകളല്ല, നിങ്ങളുടെ ആത്മാവിനെ തട്ടിയുണർത്താനുള്ള ദിവ്യമായ ആവാഹനങ്ങളാണിവ. നിങ്ങളിത് പറയുമ്പോൾ നിങ്ങളുടെ ഓരോ കോശവും ആ സ്നേഹം തിരിച്ചറിയുന്നുണ്ട്. നിശബ്ദമായൊരു തടാകത്തിലേക്ക് പ്രകാശത്തിൻ്റെ കിരണങ്ങൾ പതിക്കുമ്പോഴുണ്ടാകുന്ന ആ ശാന്തത നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ ശരീരം ഈ വാക്കുകൾക്ക് കാതോർക്കുന്നുണ്ട്. നിങ്ങളുടെ ആത്മാവ് അതിന് മറുപടി നൽകുന്നുണ്ട്. താമസിയാതെ കാർമേഘങ്ങൾ ഒഴിഞ്ഞുമാറി സൂര്യൻ ഉദിക്കുന്നതുപോലെ, നീണ്ട ഒരു രാത്രിക്ക് ശേഷം പ്രഭാതം വിരിയുന്നതുപോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു വെളിച്ചം ഉദിച്ചുയരുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ ഉള്ളിൽ ആ ദിവ്യപ്രകാശം ഉദിക്കുന്ന ആ നിമിഷം അവിടെ രോഗശാന്തി ആരംഭിക്കുകയാണ്. പലപ്പോഴും നമ്മൾ കരുതുന്നത് ശരീരം തളരുമ്പോഴാണ് നാം രോഗിയാകുന്നത് എന്നാണ്. എന്നാൽ സത്യം അതല്ല. ആത്മാവ് താൻ ദുർബലനാണെന്ന് വിശ്വസിച്ചു തുടങ്ങുമ്പോഴാണ് ശരീരം രോഗത്തിന് കീഴടങ്ങുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ അള്ളാഹുവിൻ്റെ ഒരു വലിയ ശക്തിയായി, അവൻ്റെ പ്രതിനിധിയായി കാണുന്ന നിമിഷം ആ ദിവ്യ ഊർജം നിങ്ങളുടെ കോശങ്ങളിലൂടെ രൂപം കൊള്ളാൻ തുടങ്ങുന്നു. സൂഫികൾ പഠിപ്പിച്ച ആ വിഖ്യാതമായ ജ്ഞാനം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. തൻ്റെ ആത്മാവിനെ അറിഞ്ഞവൻ തൻ്റെ റബ്ബിനെ അറിഞ്ഞു. നിങ്ങളുടെ അസ്തിത്വം വെറും മണ്ണല്ലെന്നും അത് പ്രപഞ്ചനാഥൻ്റെ മഹത്തായ ഒരു കണ്ണാടിയാണെന്നും നിങ്ങൾ തിരിച്ചറിയുമ്പോൾ രോഗങ്ങൾ പോലും നിങ്ങളുടെ ബോധത്തിന് മുന്നിൽ തലകുനിച്ചു നിൽക്കും. കാരണം പ്രകാശത്തിന് മുന്നിൽ ഇരുട്ടിന് നിലനിൽപ്പില്ലല്ലോ. ഇരുട്ടിൽ കിടക്കുന്ന ഒരു വലിയ വീട് സങ്കല്പിച്ചു നോക്കൂ. ആ വീട്ടിലെ ഓരോ മുറിയിലും പൊടിയും മാറാലയും അഴുക്കും നിറഞ്ഞിരിക്കുന്നു. നിങ്ങളൊരു ചൂലെടുത്ത് അത് വൃത്തിയാക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ തളർന്നു പോയേക്കാം. എന്നാൽ ആ വീടിൻ്റെ ജനാലകൾ ഒന്നൊന്നായി തുറന്നിടുക. സൂര്യപ്രകാശം ഉള്ളിലേക്ക് കുതിച്ചു കയറട്ടെ. ആ വെളിച്ചം വരുമ്പോൾ ഇരുട്ട് താനേ ഇല്ലാതാകുന്നു. ആ വെളിച്ചത്തിൽ അഴുക്കുകൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമാകുന്നു. അത് വൃത്തിയാക്കാൻ നിങ്ങൾക്ക് പുതിയൊരു ഊർജം ലഭിക്കുന്നു. നമ്മുടെ ശരീരവും ഇതുപോലെയാണ്. ഹൃദയമാകുന്ന ജനാലകൾ അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് തുറന്നിടുക. ആ സ്മരണ കൊണ്ട് ഹൃദയത്തെ മിനുക്കിയെടുക്കുമ്പോൾ ശരീരം ഒരു സൈന്യത്തെപ്പോലെ ആ പ്രകാശത്തെ പിന്തുടരും. ഉത്കണ്ഠകളും ആത്മീയ മലിനീകരണവും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തിയെ, റൂഹുൽ ഖുദ്ദൂസിനെ ഉണർത്തുക എന്നതാണ് ഏറ്റവും വലിയ മരുന്ന്. മഹാനായ റൂമി പറഞ്ഞതുപോലെ, ശരീരം ആത്മാവിൻ്റെ ദാസനാണ്. ആത്മാവ് അതിൻ്റെ യജമാനനെ അഥവാ അള്ളാഹുവിനെ മറക്കുമ്പോൾ ശരീരം നിങ്ങൾക്ക് ഒരു തടവറയായി അനുഭവപ്പെടും. എന്നാൽ ഹൃദയം അള്ളാഹുവിൻ്റെ സ്മരണയിലൂടെ ഭരിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ ശരീരം വിശ്വസ്തനായ ഒരു ദാസനെപ്പോലെ സുഖമായി പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങൾ എടുക്കുന്ന ഓരോ ശ്വാസവും, നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രാർത്ഥനയും, മറ്റുള്ളവരോട് കാണിക്കുന്ന ഓരോ കരുണയും ഈ രോഗശാന്തിയുടെ ഭാഗമാണ്. ഈ പാതയിലൂടെ നന്ദിയോടെയും സ്മരണയോടെയും നടക്കുക. അപ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ താളത്തിനൊത്ത് നൃത്തം ചെയ്യാൻ തുടങ്ങും. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഭയം നിങ്ങളെ പിടികൂടുമ്പോൾ, രോഗത്തിൻ്റെ നിഴൽ നിങ്ങളുടെ മേൽ വീഴുമ്പോൾ പരിഭ്രമിക്കാതെ ആഴത്തിലൊരു ശ്വാസമെടുക്കുക. എന്നിട്ട് പൂർണ്ണ വിശ്വാസത്തോടെ മന്ത്രിക്കുക: ഹസ്ബുനല്ലാ വനിഅ്മൽ വക്കീൽ. അല്ലാഹു എനിക്ക് മതിയായവനാണ്, അവൻ എത്ര നല്ല സംരക്ഷകനാണ്. ഭയപ്പെടേണ്ടതില്ല, കാരണം നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങളുടെ ഓരോ കോശത്തെയും പേരു ചൊല്ലി വിളിക്കുന്നവൻ, നിങ്ങളുടെ രോഗശാന്തി നേരത്തെ തന്നെ അവൻ്റെ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് അവനിലേക്ക് മടങ്ങുക എന്നത് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വീഡിയോ കണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ പുതിയൊരു അറിവ് ലഭിച്ചു എന്നതിലുപരി ഒരു പുതിയ തിരിച്ചറിവോടെ മടങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ അവിടെ കാണുന്നത് വെറുമൊരു മാംസരൂപമാണെന്ന് കരുതരുത്. അത് അല്ലാഹു നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു വിശുദ്ധമായ അമാനത്താണ്. നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ചു നോക്കൂ. അവിടെ മിടിക്കുന്ന ഓരോ താളവും നീ ഇപ്പോഴും എൻ്റെ സംരക്ഷണത്തിലാണ് എന്ന് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന സ്നേഹ സന്ദേശമാണ്. ഇനി ഒരിക്കലും പരിഭവത്തോടെ എൻ്റെ ശരീരം എന്നെ വഞ്ചിച്ചു എന്ന് പറയരുത്. പകരം ആത്മവിശ്വാസത്തോടെ ഇങ്ങനെ പറയൂ: യാ അല്ലാഹ്,
എൻ്റെ ഈ ശരീരത്തിലൂടെ യാ ഷാഫിയായ നീ എന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഓർക്കുക, നിങ്ങളുടെ ഉള്ളിലെ പ്രത്യാശയുടെ പ്രകാശം അണയുമ്പോഴാണ് ശരീരം ഇരുളുന്നത്. നിങ്ങൾ പ്രത്യാശയോടെയും വിശ്വാസത്തോടെയും നിറയുമ്പോൾ നിങ്ങളുടെ ഓരോ കോശവും ആ ദിവ്യമായ ഊർജത്താൽ സജീവമാകുന്നു. ഇതൊരു വെറും പ്രസംഗമല്ല, മറിച്ച് അള്ളാഹു നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചുവെച്ച ആ വലിയ സുഖപ്പെടലിൻ്റെ വാതിൽ തുറക്കാനുള്ള ഒരു താക്കോലാണ്. ഇന്നു മുതൽ നമുക്ക് പുതിയൊരു ദുആ ശീലിക്കാം. യാ ഷാഫി, നീ തന്നെയാണ് യഥാർത്ഥ വൈദ്യൻ. നീ എന്നെ സുഖപ്പെടുത്തുമ്പോൾ എൻ്റെ ശരീരവും ആത്മാവും ഒരേപോലെ നിനക്ക് മുന്നിൽ സുജൂദ് ചെയ്യട്ടെ. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ വേദനകളും പെട്ടെന്ന് മാഞ്ഞുപോയിരിക്കണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യാശയുടെ ഒരു ചെറിയ വെളിച്ചമെങ്കിലും തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ രോഗശാന്തി അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അള്ളാഹു നമ്മെ സുഖപ്പെടുത്തട്ടെ. നമ്മുടെ ശരീരത്തെ നമ്മുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന വിശ്വസ്തനായ ദാസനാക്കട്ടെ. നമ്മുടെ ആത്മാവിനെ അവൻ്റെ ദിവ്യമായ നൂറിൽ മുക്കിക്കുളിപ്പിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.